ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. പറയൂ. നമുക്ക് അവനെ അങ്ങ് പൊക്കിയാലോ? ആരെ? പൃഥ്വിയെയോ? ആ, നിങ്ങളെ രണ്ടുപേരെയും പിന്നെ എന്നെ ചെറുതായിട്ട് പരിചയം ഉണ്ടാവും. അപ്പോ നമ്മളാരും അവന്റെ മുമ്പ് പോയി ചാടാതിരുന്നാ മതി. കുറച്ചു ദിവസമായല്ലോ മോളെ കാണാൻ വന്നിട്ട്. എന്തു പറ്റി? ജോലി തിരക്കിലായിരുന്നു. പിന്നെ ഇവിടെ നിങ്ങൾക്കൊപ്പം വന്നതിൽ പിന്നെ മോളുടെ കാര്യത്തിലൊരു ധൈര്യമുണ്ട്. അവളെപ്പോഴും സന്തോഷമായിരിക്കും എന്നൊരു വിശ്വാസം. ശരി, എങ്കിൽ നിങ്ങൾ സംസാരിക്ക്. അച്ഛന്റെ മോളുടെ പ്രൈവസിക്ക് ഞങ്ങൾ തടസ്സാവുന്നില്ല. അതൊന്നുമില്ല. മോളെ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിന് വലിയ സമാധാനവും സന്തോഷം. വല്ലപ്പോഴും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, എന്തെങ്കിലും സംസാരിക്കണം. അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എപ്പോ വേണേലും ഇവിടെ വന്ന് കുഞ്ഞിനെ കാണാം. അതിനൊരു തടസ്സം ഉണ്ടാവില്ല, അല്ലേ ദുർഗ? അതെ, മോളുടെ ആഗ്രഹം അത് തന്നെയാ. അച്ഛനെ കുറിച്ച് സംസാരിക്കുമ്പോ മോൾക്ക് വലിയ സന്തോഷം. ഞാൻ വന്നോണ്ട് പോണമെന്നില്ല. മോളോട് സംസാരിച്ചു കഴിഞ്ഞ് പോയാ മതി. കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. സഞ്ജയ് ചേട്ടനെ കാണുമ്പോഴെല്ലാം മോളുടെ സന്തോഷം ഓർത്തിട്ടാ ഞങ്ങള്. അതൊന്നും സാരമില്ല. സഞ്ജയ് മോളെ കാണുന്നതില് എനിക്കൊരു പരാതിയില്ല. എന്നെ പോലെ തന്നെ എന്റെ മോളിൽ സഞ്ജയ്ക്ക് അവകാശമുണ്ട്. നമുക്ക് പോവാം. എന്നാ ശരി, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. രണ്ടാളും നേരം കിട്ടുമ്പോ വീട്ടിലേക്ക് വാ. ശരി ശരി എന്നാ. പൂർണിമ ചേച്ചിക്ക് സഞ്ജയ് ചേട്ടനോടുള്ള ആറ്റിറ്റ്യൂഡില് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനത് ശ്രദ്ധിച്ചു. എത്രയൊക്കെ പറഞ്ഞാലും ഒരു സമയത്ത് പരസ്പരം സ്നേഹിച്ച് ജീവിച്ചവരല്ലേ. ആ സ്നേഹത്തിന്റെ കണികയെങ്കിലും മനസ്സിൽ കാണാതിരിക്കില്ലല്ലോ. അതെ, ചിലപ്പോ വൈകാതെ തന്നെ ധ്വനിമോൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും ഒരുമിച്ച് തിരിച്ചു കിട്ടുമായിരിക്കും. അങ്ങനെ സംഭവിക്കട്ടെ. അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒന്നിച്ചു കിട്ടാത്തതിന്റെ വിഷമം നന്നായി അറിയാവുന്നവരല്ലേ നമ്മള്. എല്ലാം നന്നായി വരാൻ നമുക്കും പ്രാർത്ഥിക്കാം. വാ. എന്താ മോളെ ആലോചിച്ചിരിക്കുന്നേ? ഇരിക്കെ. ഒന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നതാ. അമ്മേ, ചാനലിന്റെ MD അച്ഛനാണോ? അതെ, മഹിയേട്ടനാ MD. അതിനു മുമ്പ് പൂർണിമയുടെ അച്ഛൻ ദേവേട്ടനായിരുന്നു ചാനലിന്റെ MD. ഓ, അതാണോ അച്ഛൻ MD ആയിട്ടും പൂർണിമേച്ച് ചാനലിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ? ഓ, ആ കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ. അവൾക്ക് എപ്പോഴും എല്ലായിടത്തും അധികാരം വേണം, റാണിയായി നിൽക്കണം. അതിനവൾ ആരെ വേണേലും അവളുടെ വശത്താക്കും. അപ്പോ ഈ വീടും ഇവിടുത്തെ ബിസിനസ്സുകളൊക്കെ നോക്കുന്നത് അതും പൂർണിമ ചേച്ചിയാണോ? മീഡിയ ബിസിനസ് മുഴുവൻ നോക്കുന്ന പൂർണിമയാ. മഹിയേട്ടൻ വെറുതെ അവള് പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കും, അത്ര തന്നെ. പിന്നെ വീടിന്റെയും ബാക്കി ബിസിനസ്സുകളുടെ ഒന്നും പാർട്ടീഷൻ ഇതുവരെ നടന്നിട്ടില്ല. കുറച്ച് ബിസിനസ്സൊക്കെ പൃഥ്വി നോക്കുന്നുണ്ട്. അത് അവന്റെ താല്പര്യത്തിന് അവൻ തന്നെ തുടങ്ങിയ എക്സ്പോർട്ടിങ്ങും ലോജിസ്റ്റിക്സോ എന്തൊക്കെയാണ്. അതിൽ വേറെ ആരും ഒന്നും പറയാറില്ല. ഇനി പൃഥ്വിയെ മീഡിയ ബിസിനസ് ഒക്കെ ഏൽപ്പിക്കണമെന്നാണ് പൂർണിമ പറയാറ്. പക്ഷെ അതിനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. നീ ഇതൊക്കെ അറിയുന്നത് പൃഥ്വിക്കും നിനക്കും എന്തൊക്കെ സ്വന്തമായുണ്ടെന്ന് അറിയാനാണോ? അങ്ങനെയൊന്നുമല്ല.
ഞാൻ വെറുതെ പറഞ്ഞു വന്നപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. അതൊന്നുമല്ല. ഇതെല്ലാം നിന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളും ചോദ്യങ്ങളുമാണ്. അതൊക്കെ സ്വാഭാവികമാണ്. ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കും, അറിയാനും ശ്രമിക്കും. നീ പൂർണിമയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ചോ. അവളും അവളുടെ അമ്മയും വിളഞ്ഞ വിത്തുകളാ. പൃഥ്വിയെ അവളിൽ നിന്ന് അകറ്റി നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ലെവലിലേക്ക് വരണം. നീ വേണം കൊണ്ടുവരാൻ. ശരിയെന്നാ ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. പൂർണിമ ചേച്ചി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞെങ്കിലും ആ വീട്ടിൽ കയറി അശ്വതിയും പൃഥ്വി അറിയാതെ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കാന്ന് പറഞ്ഞാ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ശരിയാണ്. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. എപ്പോഴാണ് ശരിയായ അവസരം കിട്ടുക എന്ന് നമുക്കറിയാൻ കഴിയില്ലല്ലോ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ. പറയ്. നമുക്ക് അവനെ അങ്ങ് പൊക്കിയാലോ? ആരെ? പൃഥ്വിയെയോ? ആ, നിങ്ങളെ രണ്ടുപേരെയും പിന്നെ എന്നെ ചെറുതായിട്ട് പരിചയം ഉണ്ടാവും. അപ്പോ നമ്മളാരും അവന്റെ മുമ്പ് പോയി ചാടാതിരുന്നാ മതി. നമുക്ക് നമ്മളെ ടീമിലെ ബാക്കിയുള്ളവരെ കൊണ്ട് അവനെ പൊക്കിച്ച് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമ്മൾ പറയുന്ന പോലെ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒന്ന്, അവൻ ഇപ്പൊ അശ്വതയുടെ ഭർത്താവാണ്. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് പൃഥ്വിക്കോ അശ്വതയ്ക്കോ മനസ്സിലായ അതോടെ എല്ലാം കഴിഞ്ഞു. പിന്നെ പൃഥ്വിയോട് ഒത്തിരി സ്നേഹമുള്ള ആളാണ് പൂർണിമ ചേച്ചി. പൃഥ്വിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാ പൂർണിമ ചേച്ചി പിന്നെ വെറുതെ ഇരിക്കില്ല. ഇപ്പൊ തന്നെ അണ്ടർകവർ പോലീസിനെ കണ്ടെത്താൻ ചേച്ചി ചാനലിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊരു നല്ല കാര്യത്തിനായതുകൊണ്ടും ജോർജ് സാറ് വഴി ശ്രമിച്ചതുകൊണ്ടും നമുക്ക് തൽക്കാലം ഭീഷണിയില്ല. പക്ഷേ പൃഥ്വിക്കൊരു പ്രശ്നം വന്നു എന്നറിഞ്ഞ ചേച്ചി ഏതറ്റം വരെയും പോയി സത്യം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോ പൃഥ്വിയെ വിട്ടുകളയണം എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല. പൃഥ്വിക്കെതിരെ നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ ഇതൊന്നും ആരെയും ബാധിക്കാൻ പോകുന്നില്ല. പൂർണിമ ചേച്ചി എല്ലാം മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായാലും തെളിവുകൾ കാണിച്ച് നമുക്ക് ചേച്ചിയെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. പൃഥ്വിക്കെതിരെ നമ്മുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല. തൽക്കാലം അത് കിട്ടുന്നതുവരെ നമ്മൾ ക്ഷമിക്കുന്നതാണ് നല്ലത്. മനസ്സിലായി. എങ്കിൽ നമുക്ക് ആദ്യം അവനെതിരെ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ നോക്കാം. ഞങ്ങളെന്തായാലും പൂർണ്ണിമ ചേച്ചി ക്ഷണിച്ച അവസരം മുതലെടുത്ത് ആ വീട്ടിൽ കയറി അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, എങ്കിൽ അങ്ങനെ ആവട്ടെ. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കോളിംഗ് ബെല്ലടിക്കും. ആഹാ, ആരാ ഇത്? വാ, അകത്തേക്ക് വാ.